തോറൻ അൾട്രോണിന്റെ ബോഡിയും എടുത്തോണ്ട് സ്പേസിലേക്ക് പോയിട്ട് അൾട്രോണിന്റെ ബോഡിയുടെ രണ്ട് ഭാഗങ്ങളും രണ്ട് ദിശകളിലേക്ക് വലിച്ചെറിയുന്നു. തോറണിന് സ്പേസിൽ ശ്വസിക്കുവാൻ സാധിച്ചില്ല. അവൾ മരവിക്കാൻ തുടങ്ങി. ശ്വാസം കിട്ടാതെ തോറൻ ബോധരഹിതയായി മരണത്തിന്റെ വക്കിലേക്ക് എത്തിയപ്പോൾ ഒരു സ്വർണ്ണ വെളിച്ചം അവൾ കാണുകയുണ്ടായി. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്റെ അച്ഛനായ ഗോഡ് ഓഫ് തണ്ടർ എന്നറിയപ്പെടുന്ന ഓൾഫാദറായ തോറിനെ തോറൻ കണ്ടുമുട്ടി. തന്റെ അച്ഛനായ ഓഡിൻ എന്താണോ തന്നെ പഠിപ്പിച്ചത് അതെല്ലാം നീ ഒറ്റയ്ക്ക് പഠിച്ചെടുത്തു. ഒരു മനുഷ്യനെ പോലെ മനുഷ്യർക്കിടയിൽ നീ ജീവിച്ചു. ഇനി നിനക്ക് നിന്റെ ഹോമായ ആസ്ഗാർഡിലേക്ക് വരാമെന്ന് തോർ പറയുമ്പോൾ തനിക്കതിന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ എന്റെ ഫാമിലി എർത്തിലാണെന്നും പറഞ്ഞിട്ട് തോറിനെ കെട്ടിപ്പിടിക്കുന്നു. നിനക്ക് വേണ്ടി ആസ്ഗാർഡ് എന്നും തുറന്നിട്ടിരിക്കുമെന്നും നിനക്ക് എപ്പോൾ വേണമെങ്കിലും ആസ്ഗാർഡിലേക്ക് വരാമെന്നും തോറണിനോട് പറയുന്നു. ആസ്ഗാർഡിൽ നിന്നും തോറൻ തിരികെ എർത്തിലേക്ക് എത്തി. തോറണിനെ കണ്ട നെക്സ്റ്റ് അവഞ്ചേഴ്സ് ഒന്ന് ഞെട്ടിപ്പോയി. തോറന് തന്റെ ശരിക്കുമുള്ള ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. തോറിനെ പോലെ തോറണ്ണും അതിശക്തിയായിരിക്കുന്നു. നെക്സ്റ്റ് അവഞ്ചേഴ്സ് എല്ലാവരും സന്തോഷത്തോടെ തോറണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു. അൾട്രാ സിറ്റിയിൽ ഇനിയും 10,000 കണക്കിന് റോബോട്ടുകളുണ്ട്. ആ റോബോട്ടുകളെല്ലാം നശിപ്പിക്കാൻ നെക്സ്റ്റ് അവഞ്ചേഴ്സ് തയ്യാറാകുന്നു. ജെയിംസ് റോജേഴ്സ് അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്നതോടെ കഥ അവസാനിക്കുന്നു.